അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. നമുക്കൊക്കെ അന്തി ഉറങ്ങുന്ന ആ ഒരു സ്ഥലമാണിത്. കബറിടാണ് നിങ്ങൾ കാണുന്നത്. ഇതാ ഇതുമ്പോൾ ഡേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. മാമുക്കോയ തൊണ്ടിക്കോടൻ അൽസുമാസ് അരക്കിണർ. അദ്ദേഹം മരിച്ച ദിവസം 26/4/2023 കേട്ടോ. ഉണ്ടോ ഈ ഡേറ്റ്? മലയാളികൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. അതുപോലെ ആ സൈഡിലും ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ഭയങ്കര വേദന നിറഞ്ഞൊരു കാഴ്ച തന്നെയാണ്. ഇതാ മാമുക്കോയക്കയായിട്ട് കുറച്ചു കാലം ഒരുമിച്ച് കൂടാൻ പറ്റിയ നല്ല മുഹൂർത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ജീവിതം ഒരിക്കലും മറക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹത്തെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അദ്ദേഹം അന്തി ഉറങ്ങുന്ന മണ്ണിലൊന്ന് വന്നതാണ് കോഴിക്കോട്. എനിക്കിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. എന്തായാലും ഞാൻ ഓർക്കുകയാണ് മാമുക്കോയക്കനെ. പൃഥ്വിരാജ് നായകനായിട്ടുള്ള ഡാർവിൻ്റെ പരിണാമം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ മാമുക്കോയക്കയുടെ 4 ഗുണ്ടകളിൽ ഒരാളായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ്, ചെമ്പൻ വിനോദേട്ടൻ, ജാഫറിക്കൊക്കെ ഉള്ള ആ ഒരു സീനിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ സീന് അവസാനം ആ ഫ്രിഡ്ജൊക്കെ എടുക്കുന്ന ഒരുപാട് സിറ്റുവേഷനുകളുണ്ട് ഡാർവിൻ്റെ പരിണാമത്തിൽ. കടലിൽ വെച്ചായിരുന്നു ഷൂട്ട്. അങ്ങനെ 3 ദിവസം കടലിൽ മാമുക്കോയക്കൻ്റെ കൂടെ തന്നെ ഒരുപാട് സീനിൽ അഭിനയിക്കാൻ സാധിച്ചു. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണോ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗുണ്ടായിട്ട് അന്നുള്ളൊരു പരിചയമാണ്. പിന്നെ മിക്ക സ്ഥലത്തു നിന്നും കാണും, സംസാരിക്കും, ആ പരിചയം പുതുക്കാറുണ്ട്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് എന്താ പറയുക ഏറ്റവും വലിയ തീരാനഷ്ടമായി ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയ ഒരു പ്രശസ്ത നടനുണ്ട്. നമ്മളൊരുപാട് പൊട്ടിച്ചിരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അന്തി ഉറങ്ങുന്ന മണ്ണിലാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ അന്തി ഉറങ്ങുന്ന മണ്ണ് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ തൊട്ടടുത്ത് വന്ന ഒരു സമയത്ത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് അത് കാണാനും ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാനും തന്നെ അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിലൊന്ന് പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ ഞാൻ ഒരുപാട് സിനിമകളിൽ മാന്നാർ മത്തായി സ്പീക്കിങ്, ചന്ദ്രലേഖ, അങ്ങനെ ഒരുപാട് എന്നെ ഒത്തിരി എന്താ പറയുക തല തല്ലി ചിരിപ്പിച്ചിട്ടുള്ള ഒരു വലിയൊരു കലാകാരനാണ്. 2 പല്ലും പുറത്തേക്ക് കാണിച്ചുകൊണ്ട് ആ ഒരൊറ്റ പുഞ്ചിരി. അതുപോലെ തന്നെ വാലകൃഷ്ണ കൊച്ചു കള്ള അവിടെ കള്ള നായിൻ്റെ മോനെ. ഈ ഒരു ഡയലോഗ് കേട്ടാൽ തന്നെ അറിയാത്ത മലയാളികളില്ലല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് മലയാളത്തിൻ്റെ മഹാനായ നടൻ, ഹാസ്യത്തിൻ്റെ വിസ്മയം നമ്മളെ മാമുക്കോയക്ക അന്തി ഉറങ്ങുന്ന മണ്ണിലാണ്. അന്ന് ഞാൻ മരണപ്പെട്ട സമയത്ത് വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു, ടൗൺ ഹാളിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ഇപ്പോൾ 1.5-2 വർഷമായി. അപ്പോൾ ഈ സമയം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും ഇതെവിടെയാണ് അദ്ദേഹം അന്തി ഉറങ്ങുന്ന മണ്ണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുകയാണ്. കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിലാണ് അദ്ദേഹത്തിനെ ഖബറടക്കിയിട്ടുള്ളത്. അപ്പോൾ ഖബർസ്ഥാനിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എത്രയോ പ്രിയപ്പെട്ടവർ അന്തി ഉറങ്ങുന്ന ഈ ഒരു ആളുകളുടെ കൂടെയാണ് നമ്മളെ മലയാളത്തിൻ്റെ മഹാനായ നടൻ മാമുക്കോയക്കയും അന്തി ഉറങ്ങുന്നത്. അദ്ദേഹം അന്തി ഉറങ്ങുന്നത് ആ ഒരു ഭാഗത്താണ്. അത് ആ ഒരു ഷെഡ് കണ്ടില്ലേ, അതിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ അത് അദ്ദേഹം അന്തി ഉറങ്ങുന്ന ആ ഒരു സ്ഥലം ഞാൻ നിങ്ങളെല്ലാവരും കാണിക്കുക. നമ്മളൊന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് അങ്ങോട്ട് എത്തുന്നതിൻ്റെ മുന്നേ എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് കാണിക്കുക, അതിൻ്റെ ഓർമ്മകളിലേക്കൊന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. മാമുക്കോയക്കനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇതിലില്ല. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ, ദുആ ചെയ്യുക എല്ലാവരും. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ കണ്ണമ്പറമ്പ് പള്ളിയിലെ കമ്മിറ്റിയുടെ ആളുകളോടൊക്കെ അനുവാദം ചോദിച്ചിട്ടാണ് അമീറും ഞാനും കൂടി ഒന്ന് വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഒരു അവസരം തന്നതിന് പള്ളി കമ്മിറ്റിക്കാരോട് നന്ദി പറയുകയാണ്. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു നടനാണ്. ഞാൻ പറഞ്ഞല്ലോ, 40 വർഷമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന മഹാനായ കലാകാരൻ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സിനിമ കാണുന്ന കാലം തൊട്ട് തന്നെ ഇദ്ദേഹത്തെയൊക്കെ കണ്ട് തലതല്ലി ചിരിച്ച നല്ല നല്ല ഓർമ്മകൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമയിലൊന്ന് മുഖം കാണിക്കാനും ഭാഗ്യം കിട്ടി. അതൊരു വലിയ ബാനറിലുള്ള പടം, പൃഥ്വിരാജൻ നായകനായ ഡാർവിൻ്റെ പരിണാമത്തിൽ അന്ന് തുടങ്ങിയിട്ടുള്ള. അന്നാണ് എനിക്ക് കൂടുതൽ അടുത്ത് പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം ബോട്ടിലായിരുന്നു ചിത്രീകരണം കാര്യങ്ങളൊക്കെ. അപ്പോൾ വലിയ ശല്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഷൂട്ടിങ്ങിൻ്റെ ഇടവേളയിലൊക്കെ കുറേ നേരം സംസാരിക്കാനും പരിചയപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടി. നല്ല ഓർമ്മകൾ ഞാൻ ഈ സമയത്ത് എന്താ പറയുക അനുസ്മരിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തിട്ട്. അങ്ങനെ ഞാൻ അത് അവിടെ പോയി പ്രാർത്ഥിച്ചൊക്കെ വന്ന്. ഇനിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അദ്ദേഹത്തിൻ്റെ ജന്മനാട് കൂടിയാണ് കേട്ടോ. ഈ കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള നാട്ടിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടിക്കാലമൊക്കെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ നാട്ടിലാണ്. അത് പലപ്പോഴും മാമുക്കോയൊക്കെ
ഇൻ്റർവ്യൂകളിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നല്ല ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ സിനിമയിലേക്ക് സജീവമായ ശേഷം സിനിമാ രംഗത്തൊക്കെ തിരക്കുള്ള ആ ഒരു സമയത്തൊക്കെ അദ്ദേഹം പിന്നെ അരക്കിണറിലേക്ക് വേറെ വീടെടുത്ത് താമസം മാറിയതാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഓർക്കുകയാണ് നമ്മൾ. കല്ലായി പുഴ അങ്ങനെയുള്ള കുറേ ഏരിയകളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ അറിയാലോ, സാധാരണക്കാരനായിട്ട് വന്ന് കോഴിക്കോടൻ ശൈലിയുമായി മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച് തൻ്റെതായ ശൈലിയിലൂടെ അത്രയും പ്രശസ്തനായിട്ടുള്ളൊരു നടനാണല്ലേ. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മലയാള സിനിമയിൽ ഇനി വേറൊരാളില്ല. അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു അല്ലേ. നികത്താനാവാത്ത ഒരു വലിയ നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക് പ്രിയ നടൻ മാമുക്കോയക്ക എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഖബറിടത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റിയതിൽ സന്തോഷമുണ്ട്. പള്ളി കമ്മിറ്റിക്കാരോടൊക്കെ നന്ദി പറയുകയാണ്. ഞാൻ അദ്ദേഹത്തിനെ ഓർക്കുകയാണ്. കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ട് നമുക്ക് അത്ഭുതം തന്നെയായിരുന്നു. കാരണം നമ്മൾ കോഴിക്കോടുള്ള ഒരു ആളാണല്ലോ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ കത്തിക്കയറി ഭയങ്കരമായിട്ട് തമാശയൊക്കെ പറയുന്നത്. നമ്മൾ തൊട്ടടുത്തുമാണ്, വലിയ ദൂരമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ടിരുന്ന വലിയൊരു നടനാണെന്ന് പറയാം. പിന്നീട് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടാനും സാധിച്ചു. ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള വലിയൊരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു. എന്തായാലും നികത്താനാവാത്ത നഷ്ടമാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു വഴി, നിങ്ങൾ ഈ കാണുന്ന വഴിയാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഖബർസ്ഥാൻ. എന്താ കണ്ടില്ലേ, കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിലേക്കുള്ള ഞാൻ വരുന്ന വഴിയാണ്. അപ്പോൾ ഈ പ്രദേശമൊക്കെ ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ മാമുക്കോയൊക്കെ അഭിനയിച്ച ഒരുപാട് സിനിമകളിലെ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഏത് കഥാപാത്രത്തിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതൊന്ന് കമൻ്റ് ഇട്ട് അറിയിക്കിട്ടോ. എനിക്കിഷ്ടപ്പെട്ട 1-2 സിനിമകളുടെ പേരുകൾ പറഞ്ഞു. എല്ലാം ഇഷ്ടമാണെങ്കിലും ചിലതൊക്കെ നമ്മൾ തലതല്ലി ചിരിച്ചിട്ടുള്ള ഓർമ്മകളുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹം ജനിച്ച ജന്മനാടാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്കൊന്ന് പങ്കുവെച്ചു. മാമുക്കോയക്കനെ സ്നേഹിക്കുന്ന എല്ലാവരും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. ഒരുപാട് എന്താ പറയുക, നല്ലൊരു ഇക്കടെ ഓർമ്മകൾ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോ നിർത്തുകയാണ് കേട്ടോ.